മാണിക്കുട്ടി മാണിക്കുട്ടി ചെല്ലങ്കാട്ടും തങ്കക്കുട്ടി താരകങ്ങളിൽ നീ ദേവതാരമാ പൂത്ത പൊയ്കയിൽ പാടാത്ത താമര. അച്ചാമ്മേ, ഞാൻ 10ാം ക്ലാസ് ജയിച്ചു. നല്ലൊരു കോളേജ് അഡ്മിഷൻ എടുക്കണം. അത് ഞാൻ കോളേജ് കണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ നമുക്ക് ദൂരെയൊന്നും വിടണ്ട, അടുത്തുള്ള നമ്മുടെ കണ്ണും വെട്ടത്ത് കാണുന്ന രീതിയിലുള്ളതിനാ വിട്ടാ മതി. അങ്ങനെ പോയി പഠിച്ചാ മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അടുത്തൊന്നും പഠിക്കണ്ട, എനിക്ക് ദൂരെ എവിടെയെങ്കിലും പഠിച്ചാ മതി. വേണ്ട മോളെ, നമ്മുടെ കണ്ണും വെട്ടത്ത് ഏത് കോളേജാണോ അവിടെ പോയാ പഠിച്ചാ മതി. അതാണ് നല്ല കാര്യം. ഞങ്ങള് കാണുമല്ലോ, ഞങ്ങൾക്ക് തിരക്ക് വരാമല്ലോ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതി. ഇവിടെ ഞങ്ങളുണ്ട് തീരുമാനിക്കാൻ. നീ ഏത് കോളേജിൽ പഠിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. എന്നാലും എന്റെ അഭിപ്രായത്തിനൊരു വിലയില്ല. എനിക്ക് എന്റെ കൂട്ടുകാരായിട്ട് പഠിക്കാൻ സമ്മതിക്കത്തില്ല. നമുക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതൽ. എന്തുവാ വലിയ ആളാകുന്നത്? ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കേട്ടാ മതി. നേരത്തെ വന്നിച്ചേട്ടാ, വീട്ടിലാണ് എന്നെ ഒന്നും വെച്ചിട്ടില്ല. മോള് ചിലപ്പോൾ സ്കൂളിൽ നേരത്തെ വരും. ഞാൻ ഇച്ചിരി നേരത്തെ പോകും. എന്നാ സംഭവിക്കോ? എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് നമുക്ക് പോകാം. മോളെ, നീ എന്താ ഞാൻ റോഡിൽ വെച്ച് വിളിച്ചിട്ട് നിൽക്കാതെ പോയത്? മോളെ മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനാണോ നോക്കുന്നത് ശരിയാ, പക്ഷെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചാൽ നാണം കെടുത്തരുത്. ഞാൻ എന്ത് നാണം കെടുത്തി നിന്നെ? മുന്നിൽ വെച്ചിട്ട് പലവട്ടം പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കരുത് വിളിക്കരുത് വിളിക്കരുതെന്ന്. പിന്നെ പിന്നെ എന്തിനാ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്? നാണം കെടുത്താനായിട്ട് ജീവിക്കുന്നത് പോയി ചത്തൂടെ? മകളെ മകളെ മഴയിൽ നനയേ കുട ചൂടുവാൻ കുളിർ മാറ്റുവാൻ ഈ അച്ഛനിന്നു തനിയേ കാത്തിടുന്നു ഞാൻ ഏതുരാവിലും പിരിയാതടി. ചുരുൾ വീണ താരയിൽ വീതി മൂടി നീതി കഴിഞ്ഞു പോകും ഈ കാട്ടുവള്ളികൾ കൂട്ടമോടെ നിന്നേർത്തമേനി മൂടും. മകളെ 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 മകളെ
അല്ലാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിരിയാതെടി പുറത്തും മുമ്മിച്ചോട്ട് പോയി പോ. ആരാ? അച്ഛാ, എന്റെ അച്ഛനല്ലേ? അച്ഛനില്ലെങ്കിൽ ഞാൻ ആരോട് വഴക്കിടും? എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനായെന്ന്. അമ്മയും അനിയനും എല്ലാം എൻ്റെ അച്ഛനല്ലേ? അവരുണ്ടായിരുന്നെങ്കിൽ അവരോട് വഴക്കിടായിരുന്നു. എവിടെയാ നിന്റെ അമ്മയെ നീ നഷ്ടപ്പെട്ടു? അന്ന് നിനക്ക് 3 വയസ്സ് പ്രായം. പൂഴിമണ്ണ് കൊണ്ട് കൊട്ടാരം പണിത തിരക്കിൽ നീ കടലിലോട്ട് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ അമ്മ കണ്ടു. അവൾ ഓടിയെത്തും മുൻപ് കടലമ്മ നിന്നെ കക്കാൻ നോക്കി. പക്ഷേ പെറ്റമ്മയ്ക്ക് മുന്നിൽ കടലമ്മ തോറ്റു. ഞാൻ ഓടിയെത്തുമ്പോഴേക്കും നിന്നെ കരയിലേക്ക് എറിഞ്ഞിട്ടിട്ട് അവൾ കടലമ്മയ്ക്ക് കൂട്ടുപോയി. ഇന്ന് അവൾ എന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞതാ. ഇനി അമ്മയും മോളും കൂടി യുദ്ധം ചെയ്യേണ്ടി വരും. പക്ഷെ ഇനി അത് വേണ്ട. ഇനി ആരും കടലമ്മയ്ക്ക് കൂട്ടുപോകണ്ട. എന്റെ മോളെ തിരക്ക് വന്നില്ല. ഇനി എൻ്റെ അച്ഛൻ എങ്ങോട്ടും പോകണ്ട. എനിക്ക് വേണം എൻ്റെ അച്ഛൻ. മക്കളെ, മാതാപിതാക്കൾ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കാം. അവരുടെ തൊഴിൽ, അവരുടെ ജീവിത രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്കായി അവർ തീർക്കുന്ന കവചം മറ്റാർക്കും നൽകാനുമാവില്ല. അനുഭവജ്ഞാനം എന്ന മഹാ അറിവിനേക്കാൾ വലുതായി ഒന്നുമില്ല. മാതാപിതാക്കളെ പിരിയരുത്, നിഷേധിക്കരുത് എന്ന് ഒരച്ഛൻ. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛനും അമ്മമാർക്കും ഞങ്ങളിത് സമർപ്പിക്കുന്നു.